മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വിമർശിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുന്നത് പിണറായി വിജയന്റെയും കേരള പോലീസിന്റെയും പതിവാണ്. തങ്ങളെ എതിർത്താൽ ഇതായിരിക്കും സ്ഥിതി. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല മാധ്യമപ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും ഇത്തരത്തിൽ കള്ളക്കേസുണ്ടാക്കി ജയിലിലടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് ഒരു ഹരമായി തീർന്നിരിക്കുന്നു. ഈ അടുത്തിടെയാണ് 2020 നേതാവ് സാബു എം ജേക്കബിനെതിരെ പോലീസ് കള്ളക്കേസെടുത്ത് ജയിലിലാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർന്നത്. ഇതിനു പിന്നാലെ ഇന്ന് കിഴക്കമ്പലത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സാബു എം ജേക്കബ്. തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ താൻ അകത്താക്കുമെന്നാണ് സാബു എം ജേക്കബ് വെല്ലുവിളിച്ചത്. അതിനുള്ള ആറ്റം ബോംബ് തന്റെ കൈവശമുണ്ടെന്നും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു എം ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാഴ്ചയായി താൻ സ്റ്റേഷനുകൾ കയറിയിറങ്ങുകയാണ്. പല കേസുകളിൽപ്പെടുത്തി തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു. അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ സാബു എം ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സാബുവിന്റെ വെല്ലുവിളി. തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയ്ക്കുള്ളിൽ ജയിലിലാകുമെന്നാണ് സാബു വെല്ലുവിളിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2020 പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ കിഴക്കമ്പലത്ത് വിളിച്ചു ചേർത്ത മഹാസമ്മേളനത്തിലാണ് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബിന്റെ ഈ വെല്ലുവിളി. മുഖ്യമന്ത്രിയും കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാബു വ്യക്തമാക്കി. വിദേശത്ത് ചികിത്സയിൽ കിടന്നപ്പോൾ മൂത്രമൊഴിപ്പിക്കാനും തിരികെ കിടത്താനും താനേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നന്ദി പിണറായി വിജയൻ കാണിച്ചിട്ടില്ലെന്നും സാബു ജേക്കബ് കുറ്റപ്പെടുത്തി. അതേസമയം സാബു ജേക്കബ് എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകുന്ന വിധത്തിൽ ഉണ്ടായ പ്രചരണങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. BJP-കാരൻ സീറ്റ് ഓഫർ ചെയ്താൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കെ സുരേന്ദ്രന്റെ ജീവിതത്തിൽ ഇന്നേ വരെ നേരിൽ കണ്ടിട്ടില്ല. തനിക്ക് BJP-യുടെയോ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ സീറ്റ് കിട്ടാൻ ഒരു പ്രയാസവുമില്ലെന്നും സാബു വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPM നേതാക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവർ 5 സീറ്റുകൾ ഓഫർ ചെയ്തിരുന്നു. P രാജീവും CPM ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ 5 തവണ വീട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് അവർ പറഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാമെന്നും സാബു എം ജേക്കബ് വെല്ലുവിളിച്ചു. അധികാരമോ പദവികളോ ആഗ്രഹിച്ചിട്ടില്ലെന്നും തനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം വന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്നെ സംഘിയും കമ്മിയും കൊങ്ങിയുമൊക്കെയായി മാറി മാറിയാക്കുന്നത് ജനപിന്തുണ കണ്ട് ഭയന്നിട്ടാണെന്നും സാബു എം ജേക്കബ് അഭിപ്രായപ്പെട്ടു. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല താൻ നിലകൊള്ളുന്നതെന്നും സാബു തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ചാർലി പോളാണ് 2020-ക്കായി ജനവിധി തേടുക. തങ്ങൾക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ചാലക്കുടിയിലും നഗരമണ്ഡലമായ എറണാകുളത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 2020 ഒരുങ്ങിയത് കോൺഗ്രസിനും CPM-നും ഒരുപോലെ വെല്ലുവിളിയാണ്. ചാലക്കുടി മണ്ഡലത്തിലെ 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലാണ്. കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്വാധീനവും അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ സാന്നിധ്യവും 2020-ക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ചാലക്കുടിയിലും അങ്കമാലിയിലുമൊക്കെ പഞ്ചായത്ത് തലത്തിൽ പാർട്ടി സംഗമങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചും വെല്ലുവിളിച്ചുകൊണ്ടും സാബു എം ജേക്കബ് രംഗത്തെത്തുമ്പോൾ പിണറായി വിജയന്റെ B ടീമാണ് സാബു എം ജേക്കബ് എന്നും CPM-ന്റെ വിജയം ഉറപ്പിക്കാനാണ് സാബു എം ജേക്കബും 2020-യും മത്സരിക്കുന്നതെന്നും മറുവിഭാഗവും ആരോപിക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് CPM-ന് ഏറ്റവും കൂടുതൽ പാർട്ടി ഫണ്ട് നൽകിയിരിക്കുന്നത് 2020 ആയതുകൊണ്ട് തന്നെയാണ്. പല രാഷ്ട്രീയ നിരീക്ഷകരും ഇത്തരത്തിൽ പല സംശയങ്ങളും ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെയും മകളെയും വെല്ലുവിളിച്ചുകൊണ്ട് സാബു എം ജേക്കബ് രംഗത്ത് വന്നത് പിണറായി വിജയനും സാബു എം ജേക്കബും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണോ എന്നും സംശയിക്കുന്നവരുണ്ട്. സാബു എം ജേക്കബിനെതിരെ പോലീസ് എടുത്തിരിക്കുന്ന കേസുകളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, തങ്ങളുടെ അന്തർധാര മറയ്ക്കാൻ വേണ്ടി ബോധപൂർവം തയ്യാറാക്കിയതാണോ എന്നും സംശയിക്കുന്നവരുണ്ട്. സാബു എം ജേക്കബിന്റെ ഈ വെല്ലുവിളി പിണറായി വിജയനും കുടുംബവും എങ്ങനെ ഏറ്റെടുക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.